എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദേവി മഹാത്മ്യത്തിലെ അടുത്ത അധ്യായം എന്ന് പറയുന്നത് മധ്യമചരിത്രമാണ്. മധ്യമചരിത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ ആദ്യമായിട്ട് ഒന്ന് പറയാം. പ്രാചീന കാലത്ത് മഹിഷൻ എന്നു പേരുള്ള അതിബലവാനായ ഒരു അസുരനുണ്ടായിരുന്നു. അയാൾ തൻ്റെ ശക്തിയാൽ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, യമൻ, വരുണൻ, വന്നി, വായു ഇങ്ങനെയുള്ള ദേവന്മാരെയും മറ്റ് ഉപദേവന്മാരെയും തോൽപ്പിച്ച് സ്വയം ഇന്ദ്രനാണെന്ന് അങ്ങ് അവരോധിച്ചു. അങ്ങനെ ഇന്ദ്രസിംഹാസനത്തിൽ കയറിയിരുന്നു. സകല ദേവന്മാരെയും സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്തു. ഈ ഐശ്വര്യം നഷ്ടപ്പെട്ട ദേവന്മാർ ദുഃഖനിമഗ്നരായി സാധാരണ മനുഷ്യരെ പോലെ ഭൂലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ബ്രഹ്മാവിനോടൊത്ത് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സമീപത്ത് എത്തുകയും തങ്ങളുടെ ഈ ദൈന്യാവസ്ഥ വിവരിച്ചു പറയുകയും ചെയ്തു. ദേവന്മാരുടെ ദുഃഖകഥ കേട്ടതിന് ശേഷം വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മുഖത്ത് നിന്ന് മഹത്തായ ഒരു ജ്യോതിസ് പ്രകടമായി. അതിനുശേഷം ബ്രഹ്മാവ്, ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, യമൻ തുടങ്ങിയ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നെല്ലാം അതേപോലെ ഒരു തേജസ് ഉയർന്നു. അവയെല്ലാം ഒന്നിച്ചു ചേർന്ന് 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഒരു ദിവ്യയായ ദേവിയുടെ രൂപത്തിൽ പരിണമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ദേവന്മാർ തങ്ങളുടെ ആയുധങ്ങൾ നൽകി ഈ ദേവിക്ക് ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ദേവിക്ക് നൽകി ദേവിയെ ശസ്ത്രസജ്ജിതയാക്കി എന്ന് പറഞ്ഞാൽ ആയുധ സജ്ജയാക്കി. ദേവി ഉച്ചത്തിൽ അട്ടഹസിച്ചു. ആ ശബ്ദം 3 ലോകത്തെയും നടുക്കി. അപ്പോൾ അത് കേട്ട് അസുരരാജാവായ മഹിഷൻ ഇതെന്താണ് ഇങ്ങനെയൊരു അപശബ്ദം, ഇത്ര അട്ടഹാസം, ഇതെവിടെ നിന്നാണ് എന്ന് വിചാരിച്ച് ചോദിച്ചുകൊണ്ട് ഈ ശബ്ദം പുറപ്പെട്ട ഭാഗം ലക്ഷ്യമാക്കി പരിവാരങ്ങളോടൊത്ത് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അവർക്ക് മഹാശക്തിയെ കാണാൻ സാധിച്ചു. ദേവിയുടെ കാന്തി 3 ലോകങ്ങളിലും വ്യാപിച്ചിരുന്നു. ആയിരക്കണക്കിന് ഭുജങ്ങളെന്ന് പറഞ്ഞാൽ കൈകൾ 4 ദിക്കിലും പരത്തി ദേവി നിലകൊണ്ടു. അങ്ങനെ ഈ ആയുധങ്ങളെല്ലാം ഓരോ കൈകളിലും ഓരോ രീതിയിലുള്ള ആയുധങ്ങൾ എന്തി ദേവി അങ്ങനെ 4 ദിക്കിലും നിറഞ്ഞ രൂപത്തോടെ അങ്ങനെ നിന്നു. ദേവിയും അസുരന്മാരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അവസാനം ദേവി ഈ മഹിഷാസുരനെ വധിച്ചു. ഇതാണ് മധ്യമചരിതത്തിൻ്റെ സംക്ഷിപ്ത രൂപം.